എല്ലാ അനർത്ഥങ്ങളും അപകടങ്ങളും ദോഷങ്ങളും ഒക്കെ വിടുവിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ പ്രത്യാശയോടെ അങ്ങയുടെ സന്നിധാനത്തിൽ ഈ പ്രഭാതവേളയിൽ ഒരുമിച്ച് കൂടി വന്നങ്ങേ സ്തുതിപ്പാൻ ഞങ്ങളുടെ വിശ്വാസ കണ്ണുകളെ ഉയർത്തി അങ്ങേ കണ്ടുകൊണ്ട് അങ്ങേ ആരാധിപ്പാൻ കൊണ്ട് ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവേ, ഞങ്ങളായിരുന്ന ഇടങ്ങളൊക്കെ ഞങ്ങളെ പരിപാലിച്ചു. ദോഷങ്ങൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ, ഭാരങ്ങളൊക്കെ ജീവിതത്തിൽ നേടാമായിരുന്ന സ്ഥാനത്ത് അവിടുത്തെ കരം ഞങ്ങളെ അല്ലെങ്കിൽ താങ്ങി നടത്തിയത് ഓർത്ത് നന്ദിയുള്ളവരായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയങ്ങളുടെ സന്നിധാനത്തിൽ കൂടി വന്നിരിക്കുന്നത് അവിടുത്തെ നാമത്തിന് മുഖത്തോടെ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഇന്ന് പകൽവേള ഞങ്ങൾ ഞങ്ങളുടെ സന്നിധരായിരിക്കുന്ന സമയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങളെ തന്നെ ഇന്ന് പകൽവേള ഒന്ന് കാണുവാൻ, ഞങ്ങളെ തന്നെ ഇത് പരിശോധിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിലയേറിയ രക്തത്താൽ ഇന്ന് പകൽവേള ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്ന തിരുമേശ ഞങ്ങളുടെ മധ്യമുണ്ട്. വളരെ പ്രാഗൽഭ്യത്തോടു കൂടുതൽ പങ്കുകാരായി തിരുടയാക്കണമേ. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന് തിരുമേശയിൽ സംബന്ധിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വിടുവിക്കപ്പെടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ദൈവം കൃപ നൽകണമേ. ഞങ്ങളെ തന്നെ പരിശോധിപ്പാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ മേശയാക്കി തീർക്കണം, വിടുതലിൻ്റെ മേശയാക്കി തീർക്കണമേ. കർത്താവ് അത്ഭുതം ചെയ്യും. കർത്താവെ, കടന്നു എല്ലാ ദൈവമക്കളെയും തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടെ ജനത്തെ എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിച്ച് സഹായിക്കണം. യാത്രയെല്ലാം കൂടുതൽ സഹായിച്ചനായി, വാഹനങ്ങളെ നിയന്ത്രിച്ച് സൂക്ഷിച്ചനായി സ്തോത്രം. കടന്നുവരുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എത്രവേ കൂട്ടി വരുത്തണമേ. വഴിമതിയായിരിക്കുന്നവരെ സൂക്ഷിക്കണം, വാഹനങ്ങളെ നിയന്ത്രിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഉത്സാഹത്തോടെ കടന്നു വന്ന് ആത്മാവിൻ്റെ നിറവിൽ അങ്ങേ ആരാധിച്ച് വിടുതൽ പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോടയാക്കണം. തുടർന്ന് ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവനാമത്തിന് മുഖത്തുമായി തീരുവാൻ ദൈവം സഹായിക്കണം. ആദ്യോടന്ന് പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് പരിപാലിക്കും. കർത്താവ് സന്നിധാന ബോധവും ഏകാഗ്രതയും ഭയഭക്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്യചിന്തകൾ, അലസതകൾ, ഉദാസീനതകളൊക്കെ നീക്കിക്കളയണമേ. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവകൃപ പ്രാപിച്ച് സന്തോഷത്തോടെ വിടുതലോടെ മടങ്ങിപ്പോവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കും. ആത്മാവിൽ നിറഞ്ഞ് പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട സംഗീതം ഞങ്ങൾക്ക് നൽകുന്ന ഓർത്ത് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചന ചിന്തകൾ ഞങ്ങൾക്ക് നൽകുന്ന ഓർത്ത് സ്തോത്രം. എല്ലാ വിധത്തിലും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുടയാക്കും. തൃക്കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഏൽപ്പിക്കുന്നു. ആത്മാവിൻ്റെ നിറവിൽ പാടുവാൻ ദൈവം ബലപ്പെടുത്തും. യേശുരക്ഷാവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്വർഗീയ പിതാവേ, നമുക്കൊരുമിച്ച് ചേർന്ന് പാട്ടുപാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണമെന്നുള്ള ആ പഴയ ഒരു സ്തോത്രഗീതം പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. Hallelujah. Praise the Lord. നാഥനെ എന്നാളും സ്തുതിക്കണം നാം, നാഥനെ എന്നാളും സ്തുതിക്കണം നാം, നാഥനെ എന്നാളും സ്തുതിക്കണം നാം. വന്ദനം പാടി മന്നവൻ കൂടി, വന്ദനം പാടി മന്നവൻ കൂടി, മന്ദതയകന്നു തിരുമുന്നിലഭയമിരുന്നു, മന്ദതയകന്നു തിരുമുന്നിലഭയമിരുന്നു. എന്നാളും സ്തുതിക്കണം നാം, നാഥനെ എന്നാളും സ്തുതിക്കണം നാം, നാഥനെ എന്നാളും സ്തുതിക്കണം നാം, നാഥനെ എന്നാളും സ്തുതിക്കണം നാം. മോദമായി കൂടുക നാം, പരനു ബഹുനാദമായി പാടുക നാം, മോദമായി കൂടുക
ഗുണദായകൻ. സ്പഷ്ടം തിരുദാസർക്കിഷ്ടമരുളുവോൻ, സ്പഷ്ടം തിരുദാസർക്കിഷ്ടമരുളുവോൻ. കഷ്ടതയിൽ നിന്നവരെ ദുഷ്ടരായുദ്ധരിപ്പവൻ, കഷ്ടതയിൽ നിന്നവരെ ദുഷ്ടരായുദ്ധരിപ്പവൻ. എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം. തന്നെ സ്തുതിച്ചിടുന്ന ജനങ്ങൾ പാദം തന്നിൽ പതിച്ചിടുന്നു, തന്നെ സ്തുതിച്ചിടുന്ന ജനങ്ങൾ പാദം തന്നിൽ പതിച്ചിടുന്നു. മന്നവ മന്ന പ്രസന്നരായി വാഴുന്നു, മന്നവ മന്ന പ്രസന്നരായി വാഴുന്നു. നന്ദിയോടവരെ വരും ഉന്നതനെ വണങ്ങുന്നു, നന്ദിയോടവരെ വരും ഉന്നതനെ വണങ്ങുന്നു. എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം. ജീവികളിൽ നാഥനെ ജയം പെരുകും ദേവകളിൽ നാഥനെ, ജീവികളിൽ നാഥനെ ജയം പെരുകും ദേവകളിൽ നാഥനെ. ജീവനുറവയം ജീവലോകേശ്വരനെ, ജീവനുറവയം ജീവലോകേശ്വരൻ. ജീവനിയൊരുവൻ സ്വന്തം സൂനുവെ കൊടുത്തവന്, ജീവനിയൊരുവൻ സ്വന്തം സൂനുവെ കൊടുത്തവന്. എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം. തന്നാമ കീർത്തനം നാം തുടർന്നു ചെയ്യിലെന്നും ദിവ്യാനന്ദമാ, തന്നാമ കീർത്തനം നാം തുടർന്നു ചെയ്യിലെന്നും ദിവ്യാനന്ദമാ. ഉന്നതൻ തന്നോട് സന്നിധം നിന്നോളാം, ഉന്നതൻ തന്നോട് സന്നിധം നിന്നോ. മന്നവനെ പുതുഗാന വന്ദനങ്ങളോടനീശം, മന്നവനെ പുതുഗാന വന്ദനങ്ങളോടനീശം. എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം. ശ്രേഷ്ഠതയിൻ നായകൻ അവൻ നിനക്കിൽ ശിഷ്ട ഗുണദായകൻ, ശ്രേഷ്ഠതയിൻ നായകൻ അവൻ നിനക്കിൽ ശിഷ്ട ഗുണദായകൻ. സ്പഷ്ടം തിരുദാസർക്കിഷ്ടമരുളുവോൻ, സ്പഷ്ടം തിരുദാസർക്കിഷ്ടമരുളുവോൻ. കഷ്ടതയിൽ നിന്നവരെ ദുഷ്ടരായുദ്ധരിപ്പവൻ, കഷ്ടതയിൽ നിന്നവർ ദുഷ്ടരായുദ്ധരിപ്പവൻ. എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം. തന്നെ സ്തുതിച്ചിടുന്ന ജനങ്ങൾ പാദം തന്നിൽ പതിച്ചിടുന്നു, തന്നെ സ്തുതിച്ചിടുന്ന ജനങ്ങൾ പാദം തന്നിൽ പതിച്ചിടുന്നു. മന്നവ മന്ന
Thank you, Lord Jesus. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വീണ്ടും ദൈവസന്നിധാനത്തിൽ വണക്കാമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ ദൈവമായ കർത്താവ് നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു നൽകി. കഴിഞ്ഞ രാത്രി വേള നമുക്കെല്ലാം സുഖകരമായ വിശ്രമം ദൈവം നമുക്ക് നൽകി. ദൈവം നമ്മെ താങ്ങിയതിനാൽ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് തിരുമുഖം കണ്ട് സന്തോഷിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തന്നല്ലോ. കഴിഞ്ഞ ദിനങ്ങളൊക്കെ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ എത്രയോ ശ്രേഷ്ഠമായി, എത്രയോ അത്ഭുതകരമായി നമ്മെ പരിപാലിച്ച് നടത്തി. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ദോഷങ്ങൾ, ഭാരങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്ന സന്ദർഭങ്ങളെല്ലാം ഹല്ലേലൂയ അനർത്ഥങ്ങൾ വ്യസനത്തിന് കാരണമായി തീരാതെ, രോഗദുഃഖങ്ങൾ നമ്മളെ തളർത്തി കളയാതെ ദൈവത്തിന്റെ കൃപയിൽ നമ്മെ പരിപാലിച്ച് ചിരം കീഴിൽ അത്ഭുതകരമായി സൂക്ഷിച്ച് നമ്മെ നടത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഭയത്തിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നും, കഷ്ടങ്ങളും നഷ്ടങ്ങളും നമ്മെ ഉദ്ധരിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിൽ സന്തോഷത്തോടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കി. ഇന്ന് പകൽ വേള നാം കടന്നു വന്ന് ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ, നമുക്ക് ഏവർക്കും അനുഗ്രഹമായി വിടുതലായി തീരുവാൻ ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് ജീവിക്കുന്നല്ലോ. ഇന്ന് പകൽ വേള ദൈവസന്നിധാനത്തിൽ കടന്നു ദൈവമക്കൾ, രോഗികളായി, ക്ഷീണിതരായി, ഭാരപ്പെടുന്നവർ വിടുതലോടെ ആരോഗ്യത്തോടെ മടങ്ങിപ്പോകുവാൻ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഓരോരുത്തരും വെളിപ്പെട്ടുകൊണ്ട് സന്തോഷിപ്പാൻ, ഏതൊക്കെ പ്രതിസന്ധിയോടെ ഭാരത്തോടെ ആയിരിക്കുന്നതിന്മേലെല്ലാം അത്ഭുതകരമായ ഒരു വിടുതൽ ഇന്ന് പകൽ വേള അനുഭവിച്ച സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ, തുടർന്നും ആത്മാവിൽ പാടുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തേണ്ടതിന്, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കേണ്ടതിനായി, ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തുവാൻ അനുഗ്രഹിക്കപ്പെട്ട സംഗീതത്തിന് ഭാഗം നൽകുന്നത് ഓർത്ത് നല്ല സാക്ഷ്യങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, നല്ല വചന ചിന്തകളൊക്കെ നമുക്ക് നൽകുന്ന ഓർത്ത് നന്ദിയുള്ളവരായ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മുഖത്തുപെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ മേശ നമ്മുടെ മധ്യം ഉണ്ടല്ലോ. അതിൽ വളരെ ഭയത്തോടും ഭക്തിയോടും അതിൽ പങ്കുകാരായി തീരോ ദൈവം നമ്മെ ബലപ്പെടുത്തേണ്ടതിന്, നമ്മെ കഴുകേണ്ടതിനായി, ശുദ്ധീകരിക്കേണ്ടതിനായി ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയുള്ളവരായി അല്ലെങ്കിൽ ഇന്ന് പകൽ വേള കർത്താവിന്റെ ശുദ്ധമേശയിൽ പങ്കുകാരായി തീരുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി കർത്താവിനോടൊപ്പം നമുക്കൊരു കൂട്ടായ്മ ബന്ധം ഒരിക്കൽ കൂടെ ഉണ്ടാകുവാൻ, നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടാകുവാൻ കർത്താവിന്റെ മേശ നിമിത്തമിടയാകേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം. സഹോദരന്മാരുടെ ഭാഗത്ത് ആൾക്കാർ ശബ്ദം ഉയർത്തി തുടർന്ന് നടക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവേ, നല്ല കാലത്ത് ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ആരാധനയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ നീ തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ച് കർത്താവെ ഞങ്ങൾ ഇവിടെ ആക്കിയിരിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി ദയക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് അങ്ങേ കടന്നു വന്ന് ആരാധിപ്പാനായി നീ കർത്താവെ നീ സാവകാശത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ, ഇന്നത്തെ ഈ ആരാധന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ നീ ഇടവരുത്തുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ കർത്താവ് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർ കർത്താവെ ഞങ്ങൾ കർത്താവ് വ്യത്യസ്ത തലങ്ങളിലായിരിക്കുന്നു കർത്താവ്. എങ്കിലും കർത്താവ് ഓരോരുത്തരെയും മനസ്സറിയുന്ന ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായുള്ളത് കർത്താവ് ഇത് നൽകി തരുവാൻ കൃപ തോന്നുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. നല്ല അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട വചനധ്യാനം കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെയും കർത്താവ് നൽകി തരുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. കർത്താവ്, ഇന്ന് ആരും കടന്നു വന്ന പോലല്ല കർത്താവെ, ഇരട്ടി അനുഗ്രഹത്തോടെ ഇരട്ടി കൃപയോടെ മടങ്ങി പോകാൻ നിനക്ക് കൃപ തോന്നുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കൃപ തരുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു.
അപ്പച്ച, സ്തുതിക്കുന്ന അപ്പച്ച. കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ കർത്താവെ തിരുവത്താഴമുണ്ടല്ലോ കർത്താവെ, അതിൽ കർത്താവെ പങ്കെടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെ നീ പ്രാഗൽഭ്യരാക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. കർത്താവെ ഈ മീറ്റിങ്ങിന് കർത്താവെ കടന്നു വരാൻ ആഗ്രഹിച്ച് കർത്താവ് ആരെങ്കിലും കർത്താവ് വഴിയിലായിരിക്കുന്ന തക്ക സമയത്ത് നീ അവരെയൊക്കെയും കൂട്ടിക്കൊണ്ടുവരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷ ആമേനാൽ യേശു സുഷ്മ കർത്താവ് ഞങ്ങളുടെ ദാസിനെ എടുത്ത് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ് ദാസിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രത്യേക കർത്താവെ ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുന്ന നന്ദിയോട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 81 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മുഖത്തപ്പെടുത്താം. സാം നമ്പർ 81. സങ്കീർത്തനം. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിക്കുവീൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവീൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഊതുവീൻ. ഇത് ഇസ്രായേലിന് ചട്ടും യാക്കോബിൻ ദൈവത്തിന്റെ ഒരു പ്രമാണമാകുന്നു. മിസ്രയീം ദേശത്തിന്റെ നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസഫിനൊരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു. ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവന്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമല്ലി. മെരിബാ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. എന്റെ ജനമേ കേൾക്കുക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നിന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അന്യദൈവം നിനക്കുണ്ടാകരുത്, യാതൊരു അന്യ ദൈവത്തെയും നീ നമസ്കരിക്കരുത്. ഇസ്രായേൽ ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുവാൻ ഞാൻ അതിനെ നിറയ്ക്കും. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേലിനെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവേ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്ക് നിൽക്കുമായിരുന്നു. തൃപ്തി വരുത്തുമായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. ഇന്ന് പകൽവേള ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുവാൻ, ഘോഷിപ്പാൻ, ദൈവത്തെ ആർപ്പിടുവാൻ ഇന്ന് പകൽവേള ദൈവം നമ്മെ കൂട്ടി വരുത്തിയല്ലോ. ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നല്ലോ. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കും. ഹല്ലേലൂയ. എന്ന പകൽവേള ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ മടുപ്പം കൂടാതെ, ഹല്ലേലൂയ, ക്ഷീണം കൂടാതെ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ഇതിന് പകൽവേള രാവിലെ സമയം നമുക്കിടയായി തീരട്ടെ. ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, ദൈവം നമ്മെ സൂക്ഷിച്ച വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ആരാധനയോടെ ആയിരിക്കുമ്പോൾ സ്തോത്രം ഒരു പാട്ടുകൂടെ പാടി ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പണത്തോടെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാമല്ലോ. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകൾ ഓർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം
വാഴ്ത്തിയിടുന്നു. നന്മകൾ ഓർത്തിയിടുന്നു. യേശുവേ 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 നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ തിരുക്കരമെന്നെ താങ്ങി പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയിടുക. തിരുക്കരമെന്നെ താങ്ങി പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയിടുക. യേശുവേ എന്തു ഞാൻ പകരം നൽകും? ആയിരം പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാൻ അങ്ങേ വാഴ്ത്തിയിടുന്നു. നന്മകളോർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാൻ അങ്ങേ വാഴ്ത്തിയിടുന്നു. നന്മകളോർത്തിയിടുന്നു.
ഒരു പാട്ടുകൂടെ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാമല്ലോ. നിന്റെ യഹോവ നിനക്ക് ദിവ്യപ്രകാശം എന്നുള്ള പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. Praise you, Jesus. Hallelujah. Praise the Lord. നിന്റെ യഹോവ നിനക്ക് ദിവ്യപ്രകാശം, നിന്റെ ദൈവം നിനക്ക് ദിവ്യ തേജസ്. നിന്റെ യഹോവ നിനക്ക് ദിവ്യപ്രകാശം, നിന്റെ ദൈവം നിനക്ക് ദിവ്യ തേജസ്. ഈ സൂര്യൻ ഇനി അസ്തമിക്കില്ല, ഈ ചന്ദ്രൻ ഇനി അസ്തമിക്കില്ല. ഈ സൂര്യൻ ഇനി അസ്തമിക്കില്ല, ഈ ചന്ദ്രൻ ഇനി അസ്തമിക്കില്ല. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ മൂടിടുന്നു, കൂരിരുട്ടു ജാതിയെ മൂടിടുന്നു. നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു, തന്റെ തേജസ്സോ നിന്നിൽ വ്യാപരിക്കുന്നു. അന്ധകാരം ഭൂമിയെ മൂടിടുന്നു, കൂരിരുട്ടു ജാതിയെ മൂടിടുന്നു. നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു, തന്റെ തേജസ്സോ നിന്നിൽ വ്യാപരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. പകൽ വെളിച്ചം ഇനി സൂര്യനല്ല, നീല വെളിച്ചം ഇനി ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് വെളിച്ചമായി, നീ സൂര്യൻ നിന്നിൽ മഹത്വമായി. പകൽ വെളിച്ചം ഇനി സൂര്യനല്ല, നീല വെളിച്ചം ഇനി ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് വെളിച്ചമായി, നീതി സൂര്യൻ നിന്നിൽ മഹത്വമായി. എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം.
ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം, ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ജാതികൾ നിന്നിൽ ആനന്ദിക്കും, രാജാക്കന്മാർ നിൻ മുഖശോഭ കാണും, വംശങ്ങൾ നിന്നെ അറിഞ്ഞിടും, ദേശമെല്ലാം നിന്റെ നന്മ കാണും. ജാതികൾ നിന്നിൽ ആനന്ദിക്കും, രാജാക്കന്മാർ നിൻ മുഖശോഭ കാണും, വംശങ്ങൾ നിന്നെ അറിഞ്ഞിടും, ദേശമെല്ലാം നിന്റെ നന്മ കാണും. എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം, ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, ദിവ്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം, ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, ദിവ്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ദുഃഖകാലം തീർന്നു നീ ആനന്ദിക്കും, കഷ്ടകാലം മാറി നീ ആർത്തു പാടും, നിന്നിച്ചവർ നിന്നെ നമസ്കരിക്കും, കൈവിട്ടവർ നിന്നെ തേടി വരും. ദുഃഖകാലം തീർന്നു നീ ആനന്ദിക്കും, കഷ്ടകാലം മാറി നീ ആർത്തു പാടും, നിന്നിച്ചവർ നിന്നെ നമസ്കരിക്കും, കൈവിട്ടവർ നിന്നെ തേടി വരും. എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം, ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, ദിവ്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം, ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, ദിവ്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ജാതികൾ നിന്നിൽ ആനന്ദിക്കും, രാജാക്കന്മാർ നിൻ മുഖശോഭ കാണും, വംശങ്ങൾ നിന്നെ അറിഞ്ഞിടും, ദേശമെല്ലാം നിന്റെ നന്മ കാണും. ജാതികൾ നിന്നിൽ ആനന്ദിക്കും, രാജാക്കന്മാർ നിൻ മുഖശോഭ കാണും, വംശങ്ങൾ നിന്നെ അറിഞ്ഞിടും, ദേശമെല്ലാം നിന്റെ നന്മ കാണും. എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം, ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, ദിവ്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം, ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, ദിവ്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ദുഃഖകാലം തീർന്നു നീ ആനന്ദിക്കും, കഷ്ടകാലം മാറി നീ ആർത്തു പാടും, നിന്നിച്ചവർ നിന്നെ നമസ്കരിക്കും, കൈവിട്ടവർ നിന്നെ തേടി വരും. ദുഃഖകാലം തീർന്നു നീ ആനന്ദിക്കും, കഷ്ടകാലം മാറി നീ ആർത്തു പാടും, നിന്നിച്ചവർ നിന്നെ നമസ്കരിക്കും, കൈവിട്ടവർ നിന്നെ തേടി വരും. എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം, ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, ദിവ്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം, ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കാം, എഴുന്നേറ്റ് പ്രകാശിക്കാം, ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, ദിവ്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. ദിവ്യപ്രകാശം
Thank you, Lord Jesus. Thank you, Lord Jesus. Thank you, Lord. Chudaba Shandana Dimalagade, Arthanadra Jaganagushiyad, Rikanadara Shamdunadara, Wida Ramanahandare, Durabalabash. Thank you, Lord Jesus. പരിശുദ്ധ പിതാവേ, തൃക്കരങ്ങളിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. ഞങ്ങളിൽ പകർന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും ദൈവകൃപയ്ക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പകൽവേളയിലെ ദിവസന്നിധാനത്തിൽ ഒരുമിച്ച് കൂടി വന്ന് അങ്ങേ ആരാധിപ്പാൻ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണം. പാടുവാൻ പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. നല്ല സംഗീതത്തിന്റെ ഭാഗം നൽകിയതോർത്ത് സ്തോത്രം. ഞങ്ങളോട് സംസാരിക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. പ്രാർത്ഥന കേട്ടവനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഇരിക്കാം. Praise the Lord. Hallelujah. Hallelujah. കർത്താവിൻ്റെ ധന്യമുള്ള തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് കൂടി വന്ന ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കൗൺസിൽ സഭയുടേതായ എൽഡേഴ്സ്, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തന്നല്ലോ. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളൊക്കെ, ഈ ആഴ്ചയുടെ കഴിഞ്ഞ ദിനങ്ങളൊക്കെ ദൈവമായ കർത്താവ് നമ്മെ അത്ഭുതകരമായി പരിപാലിച്ചു. ദോഷങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ എല്ലാറ്റിൽ നിന്നും ദൈവം നമ്മെ അത്ഭുതകരമായി മണം വിടുവിച്ച സന്തോഷത്തോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. എന്ന പകൽവേളയിൽ നാം ദൈവസന്നിധാനത്തിൽ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, ദൈവനാമത്തിന് മഹത്വമായി തീരട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ രാത്രി വേളയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാനും ദൈവത്തെ ആരാധിപ്പാനും ഒക്കെ ദൈവം അവസരം ഒരുക്കി. ഇന്ന് ഈ പ്രഭാതവേളയിലും ദൈവമുഖത്തേക്ക് നോക്കുവാൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ
ദൈവം കൃപ ചെയ്തതിനാൽ നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവ് എന്ന പകൽവേളയിൽ നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാമല്ലോ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഗീതത്തിൻ്റെ ഭാഗമാണ് ഇന്ന് രാവിലെ സമയം നാം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നത്. 81-ാം സങ്കീർത്തനം ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ദൈവത്തിന് വിരുദ്ധമായി ഉയർന്നതായ ജീവിത അനുഭവങ്ങൾ, ദൈവഹിതമല്ലാത്ത ജീവിതാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവയെല്ലാം ഓർത്ത് ദൈവം അവരോട് സംസാരിക്കുന്ന, അവരെ സന്ദർശിക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തെ വിട്ട് കടന്നു പോകുന്ന ജനത്തിൻ്റെ അനുഭവങ്ങൾ. സ്തോത്രം. ഇതെല്ലാം ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. ഒന്നാം സങ്കീർത്തനം ഒരാഹ്വാനത്തോടു കൂടെയാണ്, ഒന്നാമത്തെ വാക്യം ഒരാഹ്വാനത്തോടു കൂടെയാണ് ആരംഭിക്കുന്നത്. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിക്കുവിൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവിൻ. സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യൻ ആരാണെന്നും, സ്തോത്രം, ആരാധിക്കേണ്ടത് ആരെയാണെന്നും സങ്കീർത്തനക്കാരൻ ഇവിടെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന് ഘോഷിക്കണം, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടണം. സ്തോത്രം. ഘോഷിക്കുക, ആർപ്പിടുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുന്നത് പോലെയുള്ള അനുഭവമല്ല. ആർപ്പ് എന്ന് പറയുമ്പോൾ ശബ്ദം അത്യുച്ചത്തിൽ മുഴങ്ങുന്നതാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ടത് അത്യുച്ചത്തിൽ ദൈവത്തെ ആരാധിക്കണം, ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുമ്പോൾ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് അവരോട് മോശെ മുഖാന്തരം സംസാരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. 42 പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുക കഴിയും. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അനേകർ ശക്തി ഇല്ലാത്തവരായി, ബലമില്ലാത്തവരായി തീർന്നപ്പോൾ, അനേകർ ക്ഷീണിച്ച് തളർന്നു പോയപ്പോൾ, അനേകർ നിരാശരായി തീർന്നപ്പോൾ, അതിൻ്റെ നടുവിൽ നമ്മെ വിടുവിച്ച ദൈവത്തെ ഹല്ലേലൂയ ശക്തിയോടെ ആരാധിപ്പാൻ നമുക്കിടയായി തീരണം. സ്തോത്രം. ഇന്ന് അനേകർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തെ ശക്തിയോടെ ആരാധിക്കണമെന്ന്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് അതിനെ സാധിക്കാതെ അനേകർ കിടക്കയിലായി പോയി, എഴുന്നേൽക്കുവാൻ കഴിയാതെ, പരസഹായം കൂടാതെ, ശബ്ദമുയർത്തുവാൻ കഴിയാതെ അവരുടെ നാവുകൾ കുഴഞ്ഞു നാടുപോയി, അവരുടെ കരങ്ങൾ ബലഹീനപ്പെട്ടു പോയി, അവരുടെ കാലുകൾ തളർന്നുപോയി, അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിച്ചു, വളരെ പേശികൾ തളർന്നുപോയി. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം നൽകി, നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തി, നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തി, നമ്മുടെ കാലുകളെ ബലപ്പെടുത്തി, നമ്മുടെ പേശികളെ ബലപ്പെടുത്തി ദൈവത്തിന്റെ പാദപീഠത്തിൽ കൊണ്ടുവന്നിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചാൽ പോരാ, നമ്മൾ ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചാൽ പോരാ. ദൈവത്തെ ശക്തിയോടെ ആരാധിക്കണമെന്ന് ദൈവം പറയും. ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ അങ്ങനെയുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ അതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുക. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം നോക്കിയേ, അവരുടെ ജീവിതത്തിൽ അവർ അബദ്ധ സഞ്ചാരികളായി തീർന്നു, പലപ്പോഴും വഴിപിഴച്ചു പോകുന്നവരായി, വഴിതെറ്റിപ്പോകുന്നവരായി തീർന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വഴിയിൽ അവർ നടക്കണമെന്നായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ എൻ്റെ വഴിയിൽ നടക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴി ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വഴി അത് തികവുള്ള വഴിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അത് തികവുള്ള വഴിയാണ്. അവൻ തന്റെ ജനത്തെ നടത്തുന്ന തികവുള്ള വഴിയിൽ കൂടെയാ. ഹല്ലേലൂയ. ഒരു കുറവുമില്ലാത്ത ഹല്ലേലൂയ വഴികളിൽ കൂടെയാണ് അവൻ നടത്തുക. പക്ഷേ അതിന്റെ നടുവിൽ പ്രതിസന്ധികളൊക്കെ കടന്നു വരാം, പ്രതികൂലങ്ങൾ കടന്നു വരാം, ഹല്ലേലൂയ കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളൊക്കെ കടന്നു വരാം. എന്നാൽ അതിന്റെ നടുവിൽ ബലത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന, ആരോഗ്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറഞ്ഞാൽ പോലും നമുക്ക് കഴിയത്തില്ല. അടുത്തിരിക്കുന്നവർ പോലും കേൾക്കരുന്ന വിധത്തിലാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. സ്തോത്രം. അതും നിർബന്ധത്താൽ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കണമെന്ന, നിർബന്ധത്തോടെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല. അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കണം. എന്തുകൊണ്ടാണ് പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്തത്? ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മകൾ ഓർക്കാതെ, ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ മറന്നുപോയി അല്ല മുൻപോട്ട് പോകുന്നത് കൊണ്ടാണ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ പോകുന്നത്. ദൈവം ചെയ്ത നന്മകളൊക്കെ ഓർത്താൽ ഇങ്ങനൊന്നും ഇരിക്കല്ല നമ്മള്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ
നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടാണോ ദൈവം നമ്മൾ ഈ സ്ഥാനത്ത് ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൊണ്ടുവന്നത്? നമ്മുടെ കഴിവ് കൊണ്ടാണോ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കഴിവ് നോക്കിയാൽ അത് ഇന്നായിരിക്കുന്ന അനുഭവത്തിൽ നമ്മൾ എത്തിച്ചേരാൻ യോഗ്യതയുള്ളവരായിരുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പ്രാപ്തി നോക്കിയാൽ, നമ്മുടെ വിദ്യാഭ്യാസം നോക്കിയാൽ, നാം ഇന്ന് ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നാം ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ അനുഭവിപ്പാൻ നമ്മൾ യോഗ്യരായിരുന്നില്ല. എന്നാൽ വിദ്യാഭ്യാസത്തെക്കാൾ അപ്പുറമായി നമ്മളെപ്പോൾ വിദ്യാഭ്യാസമുള്ളവർ, നമ്മളെക്കാൾ കഴിവുള്ളവർ, നമ്മളെക്കാൾ സ്മാർട്ടായിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ടായിരിക്കെ, അവരുടെ നടുവിൽ അവരിൽ നിന്ന് വ്യത്യസ്തരായി ദൈവം നമ്മെ മാനിക്കുന്നത് ഓർക്കുമ്പോൾ, ദൈവം നമ്മെ ആരാധിക്കുന്നത് ഓർക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? എങ്ങനെ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയും? നമ്മുടെ വിദ്യാഭ്യാസത്തിനപ്പുറമായി ദൈവം നമ്മെ മാനിച്ചില്ലേ? നമ്മുടെ കഴിവുകൾക്ക് അപ്പുറമായി ദൈവം നമ്മെ മാനിച്ചില്ലേ? നമ്മുടെ കുടുംബ ശ്രേഷ്ഠതകൾക്ക് അപ്പുറമായി ദൈവം നമ്മെ മാനിച്ചില്ലേ? ദൈവത്തെ ആരാധിക്കുന്നതിനോ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കണം. പരപ്രേരണയല്ല, നിർബന്ധത്താലല്ല, ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന നന്ദിയോടെ ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാതിരിപ്പോൾ നമുക്ക് കഴിയുകയില്ല. Praise your Lord Jesus. Hallelujah, hallelujah. സ്തോത്രം, ഹല്ലേലൂയ. ഏതൊരു ഭക്തന്റെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന എന്നുള്ളത്. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്നതാണ്. സ്തോത്രം, സ്തോത്രം. ഇന്ന് വരെ നമ്മൾ എന്ത് കൊടുത്തു ദൈവത്തിന്? ഹല്ലേലൂയ. ഇന്ന് വരെ മനസ്സോടെ എത്ര കൂട്ടായ്മയിൽ നമ്മൾ സംബന്ധിച്ചു, എത്ര ആരാധന നമ്മൾ സംബന്ധിച്ചു. സ്തോത്രം. എന്തുമാത്രം ദൈവത്തിന് വേണ്ടി ചെയ്തു, അത് മനസ്സോടെ. ഹല്ലേലൂയ. ദൈവത്തിന് നിർബന്ധത്താലല്ല, മനസ്സോടെ കൊടുക്കണം. മനസ്സോടെ എന്ത് കൊടുക്കണം? ദൈവത്തിന് ആരാധന കൊടുക്കണം. സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ബലമായ ദൈവത്തിന് കൊടുപ്പ്. ദൈവത്തെ അങ്ങനെ അല്ലല്ലോ, നമ്മൾ ദൈവത്തെ ആരാധിച്ചില്ലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മഹത്വത്തിനൊന്നും കുറവ് സംഭവിക്കാന, അതിന് ഇടിവൊന്നും സംഭവിക്കാന. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെ. കോടാനുകോടി ദൂതസഞ്ചയങ്ങൾ ദൈവത്തെ രാപ്പകൽ കൂടാതെ, വിശ്രമം കൂടാതെ ആരാധിക്കുന്നുണ്ട്. അവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർത്തു വിളിക്കുന്നു. പക്ഷേ ഹല്ലേലൂയ, അവരിൽ നിന്ന് വ്യത്യസ്തരായി ദൈവം തന്റെ കയ്യാൽ സൃഷ്ടിച്ചത്, എന്റെ കയ്യാൽ മെനഞ്ഞ് ഹല്ലേലൂയ ഭൂമിയിലേക്ക് നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ അവന്റെ മക്കളാകുന്ന നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ദൈവത്തിന്. പക്ഷെ അത് ആരാധിച്ചില്ല നമ്മുടെ ദൈവത്തിന് ഇടുവെന്ന് സംഭവിക്കാൻ. സ്തോത്രം. നമ്മുടെ മക്കൾ നമ്മളെ അപ്പാ, അപ്പച്ച, പപ്പ, മമ്മി എന്ന് വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുത്. സ്തോത്രം. ചില മാതാപിതാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത്രയും നാളായിട്ട് കുഞ്ഞ് സംസാരിച്ചിട്ടില്ല, ഇത്രയും നാളായിട്ട് കുഞ്ഞിൻ്റെ ഒരു ശബ്ദം, അല്ലെങ്കിൽ പപ്പ, മമ്മി എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വേദന ഒന്ന് ഓർത്ത് നോക്കേ. അങ്ങനെ അവസ്ഥ നമുക്കുണ്ടാകുന്ന എന്ത് വേദനയായിരിക്കാം. സ്തോത്രം. പക്ഷേ ദൈവം നമുക്ക് നമ്മുടെ നാവുകളെ ബലപ്പെടുത്തിയപ്പോൾ, സ്തോത്രം, സംസാരിപ്പാൻ ശേഷി നൽകിയപ്പോൾ, സംസാരശേഷി ഇല്ലാത്തവരൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന കണ്ടാൽ, സ്തോത്രം, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്ന കണ്ടാൽ നമ്മൾ അവരുടെ അടുത്തിരിക്കാൻ പോലും യോഗ്യതയുള്ളവരായിരിക്കല്ലോ. ദൈവത്തിന്റെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ. സ്തോത്രം. യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. എങ്ങനെയൊക്കെയാണ് ആർപ്പിടേണ്ടത് എന്നൊക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയും. സ്തോത്രം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഉണ്ട്. സ്തോത്രം. എല്ലാ ഭാഗങ്ങളും ഞാൻ എടുക്കുന്നില്ല. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ ആണ് താഴോട്ട് 5-ാം വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ, അതിലെ 7-ാം വാക്യം വരെ വായിക്കുമ്പോൾ നമുക്കത് കാണുക. ദൈവം ചെയ്ത നന്മകൾ, ഉപകാരങ്ങൾ അവിടെ കാണുവാൻ കഴിയും. ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, എൻ്റെ ജനമേ കേൾക്കുക, ഞാൻ നിന്നോട് സാക്ഷ്യം, ഇസ്രായേലേ നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു.
ഇതൊരു വിലാപമാകട്ടോ. നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ, നമ്മുടെ മക്കൾ നമ്മുടെ വാക്ക് കേട്ടിൽ നമ്മളെ അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് വേദന ഉണ്ടാകും? മാറിയിരുന്ന് പലപ്പോഴും നമ്മൾ വേദനിച്ചിട്ടില്ലേ? നമുക്ക് നമ്മുടെ ഹൃദയം നമ്മൾ പുറത്ത് കാണിച്ചില്ലെങ്കിലും നമ്മുടെ ഹൃദയം വിങ്ങിയിട്ടില്ലേ? എൻ്റെ മക്കൾ എന്നെ അനുസരിച്ചില്ലെന്നുള്ളത്. എന്നാൽ നമ്മുടെ ദൈവം നമ്മെക്കുറിച്ച് വേദനിക്കുമോ? സ്തോത്രം. നമുക്ക് അങ്ങനെ മാനുഷികമായ നിലയിൽ അങ്ങനെ വേദന ഉണ്ടെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെക്കുറിച്ച് എന്തുമാത്രം വേദനിക്കും. സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നവരായിരിക്കണം. സ്തോത്രം. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാരായുള്ളവരെ ഞാൻ വിശദീകരിക്കുന്നില്ല. സ്തോത്രം. അതിൻ്റെ വാക്ക് കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. സ്തോത്രം. എന്താ കേട്ടനുസരിക്കേണ്ടത്? താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണാം. നിനക്ക് എന്ത് ചെയ്യരുത്? യാതൊരു അന്യ ദൈവത്തെ നീ നമസ്കരിക്കരുത്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ചില ആഴ്ചക്ക് മുമ്പ് ഞാനത് ഓർപ്പിച്ചതാണ്. മറ്റ് വചനം സൂക്ഷിച്ച സമയത്ത് ഞാൻ അത് ഓർപ്പിച്ച കാര്യമാണ്. ഇനി ആ ഭാഗം ഞാൻ ആവർത്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. ഒരു കാര്യം നീ ഓർത്തു കൊള്ളണം. 10-ാം വാക്യം പറയുമ്പോൾ അത് പറഞ്ഞിട്ട് പറയുക, നീ ഒരു കാര്യം ഓർത്തുകൊള്ളണം. നിന്നെ മിസ്രൈമിൽ നിന്ന്, അടിമ വീടായ മിസ്രൈമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദൈവമായ യഹോവ ഞാനാകുന്നു. അവർ കാണിച്ചു കൊടുക്കുക, അവരോട് പറയുക, നിങ്ങൾ ഇതുവരെ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. നിങ്ങൾ വിചാരിച്ചു കൊള്ളണം, നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ അല്ല മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടത്. സ്തോത്രം. കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടോ അല്ല. സ്തോത്രം. നമ്മുടെ കഴിവുകൊണ്ട് ആണെങ്കിൽ അത് വിടുവിക്കപ്പെടുവാൻ നമ്മുടെ കഴിവാണ് അതിന് കാരണമായിരുന്നെങ്കിൽ വിടുവിക്കപ്പെടാൻ സാധ്യതയില്ലായിരുന്നു. കാരണം അത്ര ശക്തിയുള്ള അധികാരമുള്ള ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടത്. എത്രയോ തവണ അവൻ ഹല്ലേലൂയ തന്റെ വാക്കുമാറ്റി നിന്റെ ജനത്തെ ആരാധിപ്പം കൊണ്ടുപോകും. അല്പം കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറുമ്പോൾ പിന്നെ നമ്മുടെ കൂട്ടായിരുന്നു അല്ലേ? നമ്മുടെ പ്രശ്നമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ മറക്കുന്നതിന് പോകും. പ്രശ്നങ്ങളുള്ളപ്പോൾ ദൈവത്തെ നന്നായിട്ട് വിളിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവം വേണ്ട, ദേവനും വേണ്ട. സ്തോത്രം. അവരുടെ മുന്നറിയിപ്പ്, നിന്നെ അടിമ വീടായ മിശ്രമിൽ എന്ന് പറഞ്ഞാൽ നീ അനുഭവിച്ച പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന്, നിന്റെ കഷ്ടതയുടെ നടുവിൽ നിന്ന്, തീച്ചൂളയുടെ നടുവിൽ നിന്ന്, അല്ലെങ്കിൽ വേദനിച്ച് നിലവിളിച്ച, അല്ലെങ്കിൽ നിരാശപ്പെട്ട് തകർന്നുപോയ എത്ര അനവധി സന്ദർഭങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ അല്ല നിന്നെ വിടുകയില്ലെന്ന് വാദിച്ച അല്ല ഫറവോന്റെ ശക്തിയുടെ മുൻപാകെ നിന്ന്, ആ ഫറവോന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം ഞാനാ. ഇതിങ്ങനെ പറയാൻ കാരണമുണ്ടേ. ഒരിക്കൽ ഉമ്മാരെല്ലാം കൂടെ പറഞ്ഞു, ഇസ്രായേലേ, നിന്നെ വിടുവിച്ച അല്ലെങ്കിൽ നിന്റെ ദൈവം ഇതാകുന്നു. അഹരോനും കൂട്ടരും കൂടെ സ്തോത്രം അല്ലെങ്കിൽ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയിട്ട് പല കാരണം പറയുന്ന ലോജിക്കൊക്കെ നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയില്ല. അവർ കൊണ്ടുവന്നു, ഞാൻ തീയിലിട്ടു, രൂപം പുറത്തു വന്നു. അവർ കൊണ്ടുവന്നു, ഞാൻ തീയിലിട്ടു, രൂപം പുറത്തു വന്നു. ഇവന്റെ മനസ്സിൽ ഇരുന്നല്ല ഇവൻ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, അഹരോന്റെ മനസ്സിൽ ഇരുന്ന രൂപമല്ല അവൻ ഉണ്ടാക്കി വെച്ചത്. അവന്റെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കിട്ടിയപ്പോൾ സ്തോത്രം, അവന്റെ മനസ്സിൽ എവിടെ പഴയ അനുഭവം കിടക്കുക. ഇതുപോലെ പഴയത് പലതും കിടപ്പുണ്ട് മനസ്സിൽ. അത് വെച്ചുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അതാ ദൈവം എന്ന ചിന്താഗതി. സ്തോത്രം. അല്ലല്ലേ, അതാ പ്രാർത്ഥന ചിന്താഗതി. ചില സന്ദർഭങ്ങളെങ്കിലും നമ്മൾ പ്രത്യേക ചില സാഹചര്യങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? ഒരു പക്ഷേ മനസ്സോടായിരിക്കില്ല. ഇതെന്താ കാരണം? ഇത് ഉള്ളിൽ കിടക്കുക. സ്തോത്രം. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാം? മുകളിലിരുന്ന നീ താണ ഭൂമിയിലേക്ക് വന്നു, ഇടതായിരുന്നു ഞങ്ങളെ വലുതാക്കി. ഇതാ അതിൻ്റെ അർത്ഥം. സ്തോത്രം. ഇതെന്താണെന്ന് പോലും അറിയാതെ എല്ലാവരും, അവരും ചെയ്തു ഞാനും ചെയ്യുന്നു, അവരും പ്രാർത്ഥിക്കുന്നു ഞാനും, അവരും ആരാധിക്കുന്നു ഞാനും. നീ എന്തിനാ ദൈവത്തെ സേവിക്കണം? എന്തിനാ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാകണം. സ്തോത്രം. അവരോ പറയാ, നിന്നെ മിസ്രൈമിന്റെ ദേശത്ത് കൊണ്ടുവന്ന നിന്റെ ദൈവം ഇതാകുന്നു നിന്നെ കൊണ്ടുവന്നെന്ന്. പക്ഷെ ദൈവം പറഞ്ഞ അല്ല, അടിമവീടായ മിസ്രൈമിൽ നിന്നെ കൊണ്ടുവന്ന യഹോവയായ ദൈവം ഞാനാ.
എന്ന് പറഞ്ഞാൽ നിന്നെ വിടുവിച്ചത് അവർ ഊരൊന്നും അല്ല. നിന്നെ വിടുവിച്ചത് നിന്റെ ജീവിതത്തിലുള്ള അല്ല നീ പറയുന്ന ഈ സംഗതികളൊന്നും അല്ല. സ്തോത്രം. നിന്നെ വിടുവിച്ചത് ഇവൻ ഞാൻ. എന്താ കാരണം അറിയാം? ഇവരത് മറന്നുപോയി. എന്തുകൊണ്ട് ഓർപ്പിക്കണമെന്ന്? ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ഇത് മറന്നുപോയി. ഇത് മറന്നുപോയി. പലപ്പോഴും ദൈവത്തെ മറന്നുപോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുള്ളത്. ദൈവത്തെ മറന്നുപോകുക. സ്തോത്രം. ആരാധിക്കാൻ മറന്നുപോവുക. ദൈവം എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം നമ്മൾ മറന്നുപോവുക. സമയം മുമ്പോട്ട് പോകുന്ന എൻ്റെ ഭാഗങ്ങൾ ഞാൻ അവസാനിപ്പിക്കാം. നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഒരു വിലാപവാക്യം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ കരുതാം. എൻ്റെ വാക്ക് കേട്ട നിന്നെ വിടുവിച്ചിട്ടും നിന്നെ രക്ഷിച്ചിട്ടും നിനക്ക് നന്മകൾ നൽകിയിട്ടും അനുഗ്രഹങ്ങൾ നൽകിയിട്ടും നീ ചോദിച്ചതിനും നനച്ചതിനും അത്യന്തപരമായി നന്മകൾ നൽകി നിന്നെ മാനിച്ചിട്ടും അല്ലെങ്കിൽ നീ എന്നെ മറന്നു പോകുന്ന അനുഭവം അല്ലെങ്കിൽ അതിൽ നിന്ന് നീ ഒന്ന് മടങ്ങി വന്ന് നീ ഒന്ന് ഓർത്തെങ്കിൽ കൊള്ളായിരുന്നു. നീ ഓർത്തെങ്കിൽ കൊള്ളായിരുന്നു. വീണ്ടും 13-ാം വാക്യം. അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികൾ നടക്കുകയും ചെയ്തുവെങ്കിൽ. എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. പോട്ടെ, അത് പോരെ. ഇനിയോ വാക്ക് കേൾക്കുകയും ചെയ്യുന്നില്ല, വഴികൾ നടക്കുകയും ചെയ്യുന്നില്ല. വാക്കും കേൾക്കാതെ വഴിയും നടക്കാതെ തനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോഴേ ഇതെല്ലാം കിട്ടുമ്പോഴും ഓർത്തോണം. സ്തോത്രം. ഒരു കാര്യം മറന്നു പോകരുത്. നിന്റെ ദൈവമാണ് ഇതെല്ലാം നിനക്ക് തന്നത്. നീ വഴി വിട്ടുപോയപ്പോഴും അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന് വാഗ്ദത്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടെത്തിച്ച നിന്റെ ദൈവമായ യഹോവ ഞാനാകും. സ്തോത്രം. അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. അവർ എൻ്റെ വഴികളിൽ നടന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ വാക്ക് കേട്ടനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. നിന്റെ വഴികളിൽ ഞാൻ നടക്കും. എത്ര പേർക്ക് ഇന്ന് പകൽ വേള തീരുമാനമെടുക്കാൻ കഴിയും? സ്തോത്രം. മറ്റു പ്രേരണ കൊണ്ടിട്ടില്ല, പാസ്റ്റർ പറഞ്ഞിട്ടല്ല, ദൈവത്തിന്റെ വചനം പറഞ്ഞതുകൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രസംഗൻ പറയുന്നത് കൊണ്ടല്ല, മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടല്ല. ഞാൻ അവന്റെ വാക്ക് കേൾക്കും. ഇന്ന് പകലുള്ള എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ കഴിയും? ഞാൻ അവന്റെ വാക്ക് കേൾക്കും. മാത്രമല്ല അവന്റെ വഴികളിൽ തന്നെ ഞാൻ നടക്കും. സ്തോത്രം. സ്തോത്രം. അവന്റെ വഴികളിൽ തന്നെ നടക്കും. അങ്ങനെ തീരുമാനത്തോടെ നമുക്ക് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കാം. കർത്താവ് നമ്മെവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തുറന്നുള്ള സമയം സാക്ഷ്യത്തിനായിട്ട് വേർതിരിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാരംഭമായി എഴുന്നേറ്റ് വാക്യം പ്രസ്താവിക്കും. Children will come forward for Bible recitation. Timothy Jos Chandy will come forward and they will lead this session. Praise the Lord. Be strong and courageous. Do not be afraid or terrified because of them. For the Lord, your God, goes with you. He will never leave you nor forsake you. Amen. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. ദൈവകൃപയിൽ അവരെ ഇന്നയോളം ദൈവം നടത്തി. ദൈവകൃപയിൽ അവരെ സൂക്ഷിച്ചു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ദോഷങ്ങളൊന്നും ഒക്കെ വിടുവിച്ച് പഠിപ്പമ്മയുടെ ജ്ഞാനം, ബുദ്ധിയൊക്കെ നൽകി ദൈവം അവരെ സഹായിച്ചു. പിന്നെയും ദൈവകൃപയിൽ അവരെ നിലനിർത്തേണ്ടതിനായി കർത്താവിന് മഹത്വമായി അവർ നിലകൊള്ളുവാനിടയാകേണ്ടത് ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വേണ്ട എല്ലാ സ്വർഗീയ കൃപകളും ദാനങ്ങളും ഉയരത്തുന്ന ദൈവം അവരുടെ മേൽ പകർന്നവരെ അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളെ ഏൽപ്പിച്ച് അവിടുത്തെ നാമത്തിൽ സഭയായി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുടയാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായി തീരുടയാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടുത്തെ വഴികൾ നടക്കുന്നവരായി തീരുടയാക്കണമേ. കർത്താവേ, ദൈവവിധമില്ലാത്ത യാതൊരു കൂട്ടുകെട്ടുകളോ, കർത്താവേ, ദൈവവിധമില്ലാത്ത യാതൊരു അനുഭവങ്ങളോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ദൈവം അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു അവരെ അപഹരിപ്പാൻ ദൈവം അനുവദിക്കല്ലേ. കർത്താവിന്റെ കൃപ അവരുടെ മേൽ പകരണം. അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ സ്കൂൾ യാത്രകളിൽ പഠനകാര്യങ്ങൾ അവരോടൊപ്പം ഇരുന്ന് സഹായിക്കും. അവർ ദൈവസഭയ്ക്കും
അവരുടെ ഭവനങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാതൃകയുള്ളവരായി തീരുവാൻ ദൈവം സഹായിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രിയ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സഭയായി ഒരുമിച്ച് തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. എല്ലാ വിധത്തിലും മാനിച്ചാദരിക്കും. പുത്രന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥനഘട്ടനായ സ്തോത്രം ക്രിസ്തയേശുവിൻ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ. ഷൗട്ട് ഹല്ലേലൂയ. Be seated. സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കും. ആശ്രയമേശുവിൽ എന്നതിനാൽ ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ. ഇത്ര സൗഭാഗ്യമിക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റ് നിശ്ചയമായി തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മന്നിലുള്ളൂ, മന്നിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മന്നിലുള്ളൂ, മന്നിലുള്ളൂ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് ഈ വിശുദ്ധ പകൽക്കാലം പാസ്റ്റങ്ങളോടും കുടുംബത്തോടും അടിയങ്ങളുടെ സഹോദരങ്ങളോടൊക്കെ ഒരുമിച്ച് കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മാസക്കാലമൊക്കെ കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. വരാമായിരുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളുടെ മധ്യത്തിലൊക്കെ കർത്താവിൻ്റെ കരം ഞങ്ങളെ താങ്ങി നടത്തി ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചു. പ്രത്യേകം ഇന്ന് വൈകുന്നേരത്ത് ഞാൻ നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. അടിയന് ജോലി സംബന്ധമായി ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ് കടന്നു പോകുന്നത്. അടിയൻ്റെ യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിനും നല്ലൊരു ജോലി ലഭിക്കേണ്ടതിനും ഒക്കെ ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവസഭയുടെ പ്രാർത്ഥന അടിയങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ച വാക്യം വായിച്ചുകൊള്ളട്ടെ. 81 സങ്കീർത്തനം 10 വാക്യം. മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്തുതിക്കുന്നു. പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കാൻ യഹോവ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വലിയ നന്മകൾക്കായി നന്ദി. ആയുസ്സുന്നയോളം ഞങ്ങൾക്കുള്ളവരെയും കർത്താവ് സൂക്ഷിച്ചു. വരാമായിരുന്ന അനർത്ഥങ്ങൾ കഷ്ടങ്ങളെല്ലാം വിടുവിച്ചു. ജീവിതത്തിന് വേണ്ടുന്ന സകല നന്മകളും തന്ന ദേശത്ത് ഞങ്ങളെ കർത്താവ് മാനിച്ചു. ഞങ്ങൾ അടുത്ത ചൊവ്വാഴ്ച ഒരാഴ്ചത്തേക്ക് നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. എൻ്റെ ദൈവസഭയുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. എൻ്റെ സഹോദരിയുടെ മകൻ്റെ വിവാഹത്തോടനുബന്ധിച്ചാണ് ഞാൻ ഡെന്നിമോനുടെ നാട്ടിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ പകൽക്കാലം പപ്പയുടെ അമ്മയോടും നിങ്ങളോട് ചേർന്ന ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സഹായിച്ച കുറുവിക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്രയിൽ ദൈവസഹായത്തുണ്ടായിരുന്നു. ക്ഷേമത്തോടെ എത്തിച്ചേരാൻ സഹായിച്ചു. ചില ദിവസങ്ങളിലൂടെ അയക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പറഞ്ഞ സാക്ഷ്യവാചകങ്ങളൊക്കെ നാം കേട്ടല്ലോ. ദൈവം വിശുദ്ധമേലൊക്കെ ദൈവം പ്രവർത്തിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരി ഫേബ ജെറിൻ വരുന്ന ദിവസങ്ങൾ ഇന്ന് നാട്ടിലേക്ക് കടന്നു പോകുന്നു. ജോലി സംബന്ധമായി ഇന്റർവ്യൂവിനുള്ള ബന്ധത്തിൽ താൻ കടന്നു പോവുകയാണ്. ദൈവം വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി. സ്തോത്രം. ദൈവം സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.
കഴിഞ്ഞ നാളുകളിൽ നാം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെ ദൈവം വിടുതൽ അയച്ചിട്ടുണ്ട്. ദൈവം പിന്നെയും സഹായിക്കേണ്ട പ്രിയ സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി, കുടുംബാവരെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ഡൊമിനിച്ചാനും മാനുമായിട്ട് നാട്ടിലേക്ക് ചൊവ്വാഴ്ച കടന്നു പോകുന്നല്ലോ. യാത്രയിൽ ദൈവം കൂടിയിരിക്കേണ്ടതിനായി കടന്നു വന്ന വിഷയത്തിന്മേൽ വിവാഹ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കുടുംബമായി ദൈവരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മൂത്ത പൈതൽ ജോയലും നാട്ടിൽ നിന്ന് കടന്നു വരുവാൻ ബുധനാഴ്ച കടന്നു വരുവടെയായി. ഇന്ന് പകൽവേള ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ സഭായം കൂടുവാൻ ദൈവം അവസരം ഒരുക്കല്ലോ. പ്രിയ പൈതനെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ പഠനമൊക്കെ പൂർത്തീകരിച്ചാണ് അവൻ കടന്നു വന്നിരിക്കുന്നത്. ദൈവം അവനെ സഹായിക്കേണ്ടതിനായിട്ട് തുടർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ നാം പ്രാർത്ഥിക്കുന്ന വിവിധ വിഷയങ്ങളുണ്ട്. ദിവസങ്ങൾ അതുമേലെല്ലാം ദൈവത്തിൻ്റെ കരം അനുകൂലമായി വെളിപ്പെടേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട പലരും രോഗികളായും ക്ഷീണിതരായും ഒക്കെ ക്ലേശങ്ങളിൽ കൂടെ കടന്നു പോകുന്നല്ലോ. ദൈവം അവരൊക്കെ സഹായിക്കും, വിടുവിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവസഭ ദിവസങ്ങൾ പിന്നെയും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷ, തിരുമേശയിലെ ശുശ്രൂഷയൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിപ്പം കടപ്പെട്ടതുമായ വിഷയങ്ങളെ കൂടെ ഓർത്തുകൊണ്ട് സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദയുയർത്തി പ്രാർത്ഥിക്കാം. Hallelujah, hallelujah. Praise the Lord. Thank you, Jesus, for this beautiful morning you have given us to praise your name, Lord Jesus. Hallelujah. Lord, thank you for helping us to worship you in praise, Lord. Hallelujah. Thank you for singing and thank you for helping us to sing songs, Lord. Thank you for helping us to worship you in the Holy Spirit, Lord. Hallelujah. Lord, we submit ourselves into your hands, send ourselves into your hands, Lord. Help us to be unified in concentration. Help us to serve you, Lord. Help us to, Lord, meditate in your midst, Lord Jesus. Hallelujah. Give you all the glory and honor, Lord. Hallelujah. Lord, thank you for the prayer topics that you have given us this morning, oh Father. Lord, we place Pebas into your hands, Lord. You know her needs, oh Father. Lord, help her, Lord. She's traveling to India, Lord. Hallelujah. Help her to attend that interview, Lord. And there's exams, Lord, regarding her job needs, oh Father. Let your will be done in her life, Lord. Let her glorify your name, Lord. Hallelujah. Pray for Dominic, brother, also, Lord. Thank you for helping him also in his difficulties, Lord. Thank you for leading him all these years, oh Father. He intends to travel to India, Lord, with his son as well, Lord. For whatever the need is, Lord, let your will be done in his life, Lord. Help reach his destination safely, Lord, and be back here safely, Lord. Help him to enjoy your presence wherever he goes, oh Father. Lord, we pray for Pastor's son, Lord. Thank you for helping him to be here, Lord. Thank you for helping him to complete his course, Lord. Hallelujah. You know the child's needs, oh Father. We bless him in the name of your son, Yeshua. Hallelujah. Thank you for everything you have done for him up till now, Lord. Mold him in your hands, Lord. You know his future, Lord. Lead him according to your will, let your name be glorified through him as well, Lord. We place all our near and dear ones who are suffering with ailings, oh Father. Lord, we place them into your hands, Lord. You are the only one who can heal them, Lord. Lord, by the power of your Holy Spirit, touch them and heal them right now in the name of your Son, Yeshua. Yes, Lord Jesus. Thank you, Master, for everything you have done for us up till now. Lord, we place your servant into your hands, Lord. Lord, we know that you have a manna that you should feed us with, Lord. Lord, hand it over to them, to him, Lord, as he, Lord, intends to feed it to us, oh Father. Lord, let your name be glorified. We place your table into your hands, Lord. Help us to, Lord, partake in it, Lord, with innocence, oh Father. Lord, help us to, Lord, check our conscience before we touch it, Lord. Hallelujah. Thank you for everything you have done for us up till now. Let your name be glorified. Let you be pleased, Lord. Let your presence be with us always, Lord. Thank you for everything you have done for us up till now. In your matchless name, Jesus Christ, we pray. Amen. Praise the Lord. Hallelujah. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമേറിയ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവപാദപീഠത്തിൽ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ കർത്താവ് ഒരവസരം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മെ പരിപാലിച്ച് ക്ഷേമത്തോടെ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ ഇന്ന് പകലിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി നമ്മുടെ പ്രിയപ്പെട്ടവർ അടുത്ത ദിവസങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകുന്നല്ലോ. ദൈവം അവരുടെ യാത്രകളൊക്കെ കൂട്ടി നിന്ന് സഹായിക്കുന്നതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർപ്പിച്ചില്ലെങ്കിലും പലവിധമായ പ്രയാസങ്ങളുടെയും ഭാരങ്ങൾ നടുവിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരൊക്കെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു തിരുവചന ഭാഗം നമുക്ക് വായിക്കാം. ഹോശിയ പ്രവചനം
14-ാം അധ്യായത്തിൻ്റെ 2-ാമത് വാക്യം ഒരാൾക്ക് വായിക്കാം. ഹോശേയ പ്രവചനം 14-ാം അധ്യായം 2-ാമത്തെ വാക്യം. മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അർപ്പണമായ കാളകളെ അർപ്പിക്കും. ഇസ്രായേൽ ജനം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെലേക്ക് മടങ്ങി വരുവാൻ ദൈവം ആഹ്വാനം ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക, നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തോട് ഹോശേയ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, നിന്റെ അകൃത്യ നിമിത്തമാണ് നീ വീണിരിക്കുന്നത്, അതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് നീ മടങ്ങി ചെല്ലുക. മടങ്ങി ചെല്ലുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുൻപായിരുന്ന സ്ഥാനത്തേക്ക് ചെല്ലുക എന്നുള്ളത്. മുമ്പായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, മുമ്പായിരുന്നൊരു സ്ഥാനം. അവർ വിളിക്കപ്പെട്ടിരുന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ജനമെന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ ജനമെന്ന, സ്തോത്രം, ദൈവത്തിൻ്റെ ജനമെന്ന പേരിലാണ് വിളിക്കപ്പെട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ജനമെന്ന പേരിൽ വിളിക്കപ്പെടുമ്പോഴും അവർ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു. എന്നാൽ പകലിൽ നമ്മുടെ പ്രിയ സഹോദരൻ മനോജിൻ്റെ ഒരു സ്നേഹിതൻ നമ്മൾ കടന്നു, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ശനിയാഴ്ച നമ്മുടെ കൂട്ടായ്മയിൽ സംബന്ധിച്ചിരുന്നു. പേര് ഞാൻ വിട്ടുപോയി. ഇന്ന് പ്രിയ സഹോദരനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. ഒരുമിച്ചായിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ദൈവം പ്രിയ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഹോശേയ ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ മടങ്ങി വരണം. ഈ പ്രവചന പുസ്തകത്തിൽ ഒട്ട് ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യം മടങ്ങി വരവിനെ കുറിച്ചുള്ള, മടങ്ങി വരണം. മടങ്ങി വരണമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ആയിരുന്ന അവസ്ഥയിലേക്ക്, മുൻപ് എങ്ങനെയായിരുന്നു, ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു, ആ ബന്ധത്തിലേക്ക് മടങ്ങി വരണം. സ്തോത്രം. ദൈവത്തിൻ്റെ ജനമെന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജനം ഇപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ വിട്ടുപോയി, ദൈവത്തിൻ്റെ കൽപ്പനകൾ വിട്ടുപോകുന്നു. അല്ലെങ്കിൽ അന്യ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവം കൊടുത്ത ഒന്നാമത്തെ കൽപ്പന എന്താ? നിന്റെ ദൈവമായ യഹോവയെ നീ ആരാധിക്കണം. ദൈവമായ യഹോവയെ അല്ലാതെ മറ്റൊരു ദൈവം എന്ത് ചെയ്യരുത്, നിനക്കുണ്ടാകരുത്. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ അകൃത്യം വരാൻ പാടില്ല, സംഭവിക്കാൻ പാടില്ല. അകൃത്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ദൈവത്വത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ് ഈ പ്രവാചകന്മാരെയൊക്കെ വെച്ച് ദൈവം നടത്തിയ ആഹ്വാനം. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ മടങ്ങി വരാനുള്ള ആഹ്വാനമാണ് പ്രവാചകൻ. ഇപ്പോഴത്തെ പ്രവാചകന്മാരോ, ഞാൻ നിന്നെ വാലല്ല, അത് കേൾക്കാനാണ് ഇഷ്ടം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ആ വഴി, ഏതെങ്കിലും വഴിയെ കൂടെ പോയാൽ നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവരും വീട്ടിലോട്ട്, അല്ലേ? പക്ഷേ നീ നന്നാവണമെന്ന് പറഞ്ഞാലോ, നിന്റെ ജീവിതം ശരിയാക്കണമെന്ന് പറഞ്ഞാലോ, നിന്റെ വാക്ക് ശരിയാക്കണമെന്ന് പറഞ്ഞാലോ, നിന്റെ പ്രവൃത്തി ശരിയാക്കണമെന്ന് പറഞ്ഞാലോ, ആ പ്രവാചകന്റെ 7 അയലക്കത്ത് പോലും പോവില്ല. അവിടുന്ന് ജാഗരിച്ചുകൊണ്ടിരിക്കും, എൻ്റെ അടുക്കലോട്ട് വരല്ലേന്നല്ലേ. പക്ഷെ വാലല്ല, തലയാക്കാന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വരും. നമുക്കിഷ്ടമുള്ളതൊക്കെ ഇങ്ങനെയാ. തിരുവനന്തപുരം തന്നെ വായിക്കുന്നു, ജനത്തിന് സമാധാനം സമാധാനം എന്ന് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷേ സമാധാനം ലേശം ഇല്ല. നിങ്ങൾക്ക് നന്മ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാനാണ് നമുക്കിഷ്ടം. പക്ഷെ മടങ്ങി വരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഇഷ്ടമല്ല, അത് നമുക്ക് താല്പര്യമില്ല അത് കേൾക്കാൻ. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അതാണ് ജീവിതത്തിൽ നന്മ. ആ പ്രവചനം കേൾക്കുന്നതാണ് ജീവിതത്തിൽ നന്മ. എന്തിനാ ദൈവം മടങ്ങി വരണമെന്ന് പറയണത്? നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മൾ കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ദൈവം അവരുമായിട്ട് ഉടമ്പടി ചെയ്തിരുന്നു. ഈ യാഗത്തിന്റെ പ്രത്യേകത, യാഗം കഴിക്കുന്ന എന്താ പറയാ, ദൈവം മനുഷ്യനുമായിട്ട് ചെയ്യുന്ന ഉടമ്പടിയാ. ആരാധന കഴിയുമ്പോൾ, യാഗം കഴിയുമ്പോൾ ദൈവവും മനുഷ്യരുമായിട്ടൊരു ഉടമ്പടി ചെയ്യുക. സ്തോത്രം. ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യാറുണ്ടോ ആരാധന കഴിയുമ്പോൾ? സ്തോത്രം. നിന്നെ മാത്രം ഞാൻ സ്നേഹിക്കും, നിന്നെ മാത്രം സേവിക്കുമെന്ന് നമുക്ക് പാടാം. പക്ഷേ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം.
ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ. നിങ്ങൾ മടങ്ങിച്ചൊല്ലണം. യഹോവയുടെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങിച്ചൊല്ലണം. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ എന്ത് ചെയ്തിരിക്കുന്നത്. എവിടെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. എവിടോ എനിക്ക് പിഴവ് സംഭവിച്ചു പോയി, എവിടോ എനിക്ക് എന്തുണ്ടായി, തകരാറ് സംഭവിച്ചു. അങ്ങനെ മനസ്സിലാക്കി മടങ്ങി വന്നാൽ അത് വിടുതലാ, ജീവിതത്തിൽ അനുഗ്രഹമാ. സ്തോത്രം. അല്ലാതെ അനുഗ്രഹം എന്ന് പറയുന്നതിന് പിറകെ പോകാതെ ജീവിതത്തിൽ മടങ്ങി വരാൻ തയ്യാറായാൽ അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ അടുക്ക പോകണ്ട, ഒരു പ്രവചനം കേൾക്കാൻ പോകണ്ട. സ്തോത്രം. മടങ്ങി വരാൻ തയ്യാറായാൽ ജീവിതത്തിൽ നന്മ പ്രാപിക്കാൻ ഒരു അനുഗ്രഹം അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. അനുഗ്രഹം പിറകെ വന്നോളും. ദാവീദ് എന്താ പറയുന്നേ? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ പിന്തുടരുമെന്നല്ല, എന്നെ പിന്തുടരും. ഇന്ന് പലരും എന്ത് ചെയ്യുക, നന്മയുടെ കരുണയുടെ പിറകെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക, എന്ന് ഓടിക്കൊണ്ടിരിക്കാൻ. അതിന് പുറകെ എത്ര കാശ് വേണമെങ്കിലും മുടക്കും, ഒരു കാശും ചെലവില്ല. മടങ്ങി വന്നാൽ സ്തോത്രം, ഒരു കാശും ചെലവില്ലാതെ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ, മടങ്ങി വരിക. ദൈവം ആഗ്രഹിക്കുന്നതാ. ദൈവം നശിപ്പിച്ച് കളയും, നിന്നെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ളപ്പോഴും ജനം എവിടെ മടങ്ങി വന്നിട്ടുണ്ടോ അവിടുന്ന് ദൈവം പറഞ്ഞ വാക്ക് ഒരു അർത്ഥത്തിൽ ചിലർ ചോദിക്കും, ദൈവം വാക്ക് മാറുമോ? പക്ഷേ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ കുറിച്ച് ഞാൻ അനുതപിക്കും. ജനത്തോട് പറയാ, നീ ഒന്ന് മടങ്ങി വാ. ഇനി അടുത്ത വാക്യം, നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെന്ന് അവനോട് എന്താ പറയണ്ടത്? സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണങ്ങളായ ഞങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ ചേർത്ത് കൊള്ളണമേ, ഞങ്ങളെ കൃപയോടെ ചേർത്ത് കൊള്ളണമേ. എന്നാൽ അധരാർപ്പണമായ കാളകളെ, പഴയ നിയമം പഠിക്കുമ്പോഴേ ഈ ജനം ദൈവത്തെ ആരാധിക്കുന്ന യാഗം കഴിച്ച മൃഗബലി കൊടുത്ത്, മൃഗബലി എന്ന് പറയാം നമുക്ക്. അങ്ങനെയാണ് യാഗം കഴിച്ചാണ് ഇത് ചെയ്യുന്നത്. ആടിനെയോ കാളയോ സ്തോത്രം പ്രാവിനെയോ കുറുപ്രാവിനെയോ ഇതിനൊക്കെ കൊണ്ടുവന്ന് യാഗം കഴിക്കുകയാണ് അവരുടെ അകൃത്യത്തിന് പരിഹാരം ഉണ്ടാകാൻ. അങ്ങനെ അവസ്ഥയിൽ നിന്ന് ഇപ്പൊ പറയുകയാണ്, ഇനി അതിൻ്റെ ആവശ്യമില്ല, നീ ഒന്ന് മടങ്ങി വന്ന് ഞങ്ങൾ എന്ത് ചെയ്യും? അധരാർപ്പണമായ കാളയെ അർപ്പിക്കും. അധരാർപ്പണമായ കാള എന്താ? അധരാർപ്പണമായ കാള എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷ് ഇങ്ങനെയാണ് കൊടുത്തത്, that we may present the fruit of our lips. ഞങ്ങളുടെ അധരങ്ങളുടെ അർപ്പണമാകുന്ന ഫലത്തെ, അതിനെ ഞങ്ങൾ യാഗം കഴിക്കാതെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അധരാർപ്പണം എന്താ? സ്തോത്രം എന്ന യാഗം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തും. അപ്പം മിണ്ടാതിരുന്നാലോ, സ്തോത്രം പറയാതിരുന്നാലോ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാണോ? ദൈവത്തെ ആരാധിക്കുകയാണോ? സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണോ? ഇന്ന് പകൽവേള സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ, ഓർത്തുകൊള്ളി പറയുന്നത് വെറുതെ അല്ല, ഈ സ്തോത്രം ഒന്നും വെറുതെ അല്ല. സ്തോത്രം പഴയ കാലഘട്ടത്തിൽ മൃഗങ്ങളെ യാഗം കഴിക്കുന്ന തുല്യമായ ഒരു അനുഭവമാണ് ഇന്ന് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നത്. സ്തോത്രം. അന്ന് മൃഗങ്ങളെ യാഗം കഴിക്കുമ്പോൾ അതിന് പകരം ഇന്ന് അർപ്പിക്കുന്നതാ, ഇന്ന് സ്തോത്രം എന്ന യാഗമാണ്. മലയാളത്തിൽ അധരാർപ്പണമാകുന്ന കാളയെ എന്ന് പറഞ്ഞാൽ കാളയ്ക്ക് തുല്യമാണെന്ന് ദൈവത്തിന് കഴിക്കുന്ന, പഴയ നിയമ പ്രമാണത്തിൽ ദൈവത്തിന് കഴിക്കുന്ന കൊടുക്കുന്ന യാഗത്തിന് തുല്യമാണ്, മൃഗ യാഗത്തിന് തുല്യമാണ് ഇന്ന് നാം അർപ്പിക്കുന്ന സ്തോത്രം എന്ന യാഗം. അപ്പൊ ഒരു ചെലവുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ പാപത്തിന് പരിഹാരം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ചെലവുണ്ടായിരുന്നു. അവനവന്റെ പ്രാപ്തിക്കനുസരിച്ച് കൊണ്ട്. പണക്കാരൻ പ്രാവിനെ കൊണ്ട് നർപ്പിച്ച ദൈവത്തിന് പ്രസാദമല്ലായിരുന്നു. അതിനത് വളരെ വ്യക്തമായി പറയുന്നു. നിന്റെ പ്രാപ്തിക്കനുസരിച്ച് എന്ത് ചെയ്യണം? നീ യാഗം കഴിക്കണം. സമ്പത്തുള്ളവൻ കാളയെ അർപ്പിക്കേണ്ടതിന് പകരം പ്രാവിനെ അർപ്പിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമല്ല. ദൈവം നിനക്ക് ആരോഗ്യം തന്നിരിക്കുമ്പോൾ, ബലം തന്നിരിക്കുമ്പോൾ ഉണങ്ങിയ സ്തോത്രം പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലെന്ന്. ദൈവം നിനക്ക് അതിന് കഴിവ് തന്നു, പ്രാപ്തി തന്നു, നിനക്ക് ആരോഗ്യം നൽകി, അല്ല നിനക്ക് ശക്തി നൽകി,
മുൻപേ ഞാൻ ഓർപ്പിച്ച പോലെ ദൈവം ശക്തി നൽകി. അങ്ങനെ ഉള്ളപ്പോ ഉണക്ക സ്തോത്രം കൊണ്ടുവന്ന ദൈവം അംഗീകരിക്കോ? അടുത്തിരിക്കുന്നവർ പോലും കേൾക്കരുതെന്ന വിചാരത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാകുമോ? ദൈവത്തിന് വചനം പറയുന്നത് അവന്റെ പ്രാപ്തിക്കനുസരിച്ച് ചെയ്യാൻ കഴിക്കണം. സ്തോത്രം. പാവപ്പെട്ടവനാന്ന് പറഞ്ഞുകൊണ്ട് പ്രാവിനെ അർപ്പിച്ച ദൈവം സ്വീകരിക്കാതിരിക്കത്തില്ല. ബലഹീനൻ അത് നിങ്ങൾ മറ്റൊരു തലത്തിൽ എടുക്കരുത്. നിനക്ക് ആരോഗ്യമില്ലെങ്കിൽ ആരോഗ്യമുള്ളതിനനുസരിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം അംഗീകരിക്കും. ആരോഗ്യമുള്ളപ്പോൾ അതിനനുസരിച്ച് ദൈവത്തെ സ്തുതിക്കാതെ ആരോഗ്യമില്ലാത്തവരെ പോലെ ദൈവത്തിന് സ്തുതിച്ചാൽ ദൈവത്തിന് പ്രസാദമാകയില്ല. അപ്പോൾ അധരാർപ്പണമായ കാളയെ അർപ്പിക്കും. അപ്പം നമ്മുടെ അധരങ്ങൾ എപ്പോഴും എന്തുണ്ടാകണം? സ്തോത്രം എന്ന യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കണം. ഏതിനും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ പ്രമാണം. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം ഇവിടെ ഓർത്തുകൊള്ളണം. ഈ നാവിൽ നമ്മൾ ഈ യാഗം കഴിക്കുമ്പോൾ, സ്തോത്രം എന്ന യാഗം കഴിക്കുമ്പോൾ ദൈവം അതേ നാവിനാൽ നിന്റെ സഹോദരനെ നീ ശപിക്കുന്നു. അതേ നാവ് കൊണ്ട് നിന്റെ സഹോദരനെ നീ എന്ത് ചെയ്യുക? യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വന്നേ. സ്തോത്രം 3-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. അതിനാൽ നാം ഈ നാവ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. അതേ നാവ് കൊണ്ട് തന്നെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരേ നാവിനാൽ ദൈവത്തെ ആരാധിക്കുകയും അതേ നാവ് കൊണ്ട് നിന്റെ സഹോദരനെ എന്ത് ചെയ്യുക? ശപിക്കുക. വായിച്ചോ, താട്ടം വായിച്ചോ. ഒരു വായിൽ നിന്ന് തന്നെ, ഒരു നാവിൽ നിന്ന് തന്നെ എന്താ? ഇവിടെ വന്നിരുന്നു സ്തോത്രം പറയും, അപ്പുറത്തോട്ട് പോയിരുന്നു. ഇത് ഇരട്ടത്താപ്പല്ലേ? സ്തോത്രം. ദൈവത്തെ സ്തുതിക്കാനായിട്ട് വേർതിരിക്കപ്പെട്ട ജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ അപ്പുറത്തോട്ട് മാറിയിരുന്ന് ഇങ്ങനെ വായിക്കുന്നെങ്കിൽ നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് നീ അപവാദം പറയുന്നു. എവിടെ ഇരുന്ന് ആരാധിച്ച്, കൈകൊട്ടി ആരാധിച്ച്, അന്യഭാഷയും പറഞ്ഞ്, സ്തോത്രവും പറഞ്ഞ്, പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ ഇളക്കപ്പെരുപ്പം നടത്തിയിട്ട് അപ്പുറത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ പിന്നെ എന്ത് ചെയ്യുക? സഹോദരനെ, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് പോട്ടെ, മറ്റൊരുവനെ കുറിച്ചാണെങ്കിൽ പിന്നെ പാടില്ല, ഒരിക്കലും പാടില്ല. നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് എന്ത് ചെയ്യുക? ഇരുന്ന് അപവാദം പറയുന്നു. ദൈവം അംഗീകരിക്കത്തില്ല. ദൈവം അംഗീകരിക്കത്തില്ല. യാതൊരു കാരണവശാലും അംഗീകരിക്കില്ല. സ്തോത്രം, നിന്റെ സ്തോത്രം, നമ്മുടെ സ്തോത്രം ദൈവത്തിന് വേണ്ട. അങ്ങനെയുള്ള സ്തോത്രം ദൈവത്തിന് വേണ്ട. അങ്ങനെയുള്ള ആരാധന ദൈവത്തിന് വേണ്ട. സ്തോത്രം, അങ്ങനെയുള്ള കാള ദൈവത്തിന് വേണ്ടെന്ന്. ജീവിക്കുന്നെങ്കിൽ നേരെ ചൊവ്വേ ജീവിച്ചോണം. ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നിഷ്കളങ്കതയോടെ ആരാധിച്ചോണം. പരമാർത്ഥതയോടെ ദൈവത്തെ ആരാധിച്ചോണം. പരമാർത്ഥതയോടെ ദൈവത്തെ പിൻപറ്റിക്കൊള്ളണം. ഇല്ല എങ്കിൽ അനുഗ്രഹത്തിന് പകരം അത് ശാപമായി തീരും. യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ വായിച്ചേ, നീ ദൈവത്തെ സ്തുതിക്കുന്നു, അതേ നാവ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ എന്ത് ചെയ്യുന്നു? ശപിക്കുന്നു. ഏത് നാവ് കൊണ്ടാ? ഗ്ലോറി പറഞ്ഞ നാവ് കൊണ്ട്, സ്തോത്രം പറഞ്ഞ നാവ് കൊണ്ട്, അന്യഭാഷ പറഞ്ഞ നാവ് കൊണ്ട് ശപിക്കുക. വായിച്ചോ, വായിച്ചോ യാക്കോബിന്റെ ലേഖനം തന്നെ. സഹോദരന്മാരെ, അപ്പൊ വിചാരിച്ച സഹോദരിമാരെ ഞങ്ങളെ കുറിച്ചല്ല, അല്ല, നിങ്ങളും ഉണ്ട്, നിങ്ങൾ അതിനകത്തുണ്ട്. സഹോദരന്മാരെ വിളിക്കുമ്പോൾ സഹോദരിമാരും അതിനകത്തുണ്ട്. ഒരു കാലത്ത് നിങ്ങളെ ഒന്ന് വേർപെടുത്തിയെന്നേ ഉള്ളൂ. സഹോദരന്മാരുടെ അവസ്ഥയിൽ നിന്ന് ഒന്നെടുത്ത് നിങ്ങളെ ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. ഒന്നായിരുന്നതിനെ രണ്ടാക്കി, രണ്ടാകുന്നതിനെ ഒന്നാക്കുന്നതാണ്. അപ്പം നിങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. സഹോദരന്മാരെ, അതേ നാവ് കൊണ്ട് വായിച്ചേ, സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്ന യോഗ്യമല്ല. ഇങ്ങനെ ആയിരിക്കുന്നത് എന്തല്ല?
യോഗ്യമല്ല. അടുത്തത് ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും. അങ്ങനെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ജലാശയം ഉണ്ടായിട്ടുണ്ടോ? മാറ ഉണ്ടായിട്ടുണ്ട്, അത് മധുരമാക്കി തീർത്തിട്ടുണ്ട്. ചൂട് ഉറവ വന്നിട്ടുണ്ട്, തണുത്ത ഉറവയും വന്നിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും കെട്ട പരുവത്തിൽ ഒന്നുമില്ല. രണ്ടും കെട്ട പരുവം. ഇങ്ങനെ സഹോദരന്മാരെ ഇങ്ങനെ ചെയ്യുന്നത് യോഗ്യമല്ല. അടുത്തത് അത്തിവൃക്ഷം ഒലിവ് ഫലവും മുന്തിരിവള്ളി അത്തിപ്പഴവും എന്ത് ചെയ്യില്ല? കായ്ക്കുമോ? കായ്ക്കത്തില്ല. അപ്പൊ ഒലിവ് വൃക്ഷത്തിൽ നിന്ന് ഒലിവ് ഫലമേ ഉണ്ടാകത്തുള്ളൂ. ആത്മീയനെങ്കിൽ ആത്മീയമായ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകണം. സ്തോത്രം. ജഡീകന്റെ ജീവിതത്തിൽ ജഡീക പ്രവൃത്തികൾ ഉണ്ടാകത്തുള്ളൂ. ആത്മീയന്റെ ജീവിതത്തിൽ ആത്മീയ അനുഭവം ഉണ്ടാകണം. വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് ഫലം കൊണ്ടാ. ഇല ഒരുപോലെ ആയിരിക്കാം, പക്ഷെ ഫലം വ്യത്യസ്തമാണ്. സ്തോത്രം. ഇല കണ്ടിട്ട് ആത്മീയനാണെന്ന് പറയാനൊക്കില്ല. സ്തോത്രം. ഫലം കണ്ടാലേ തിരിച്ചറിയാനൊക്കെ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ ദൈവത്തെ ആരാധിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം, നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ എങ്ങനെ നിഷ്കളങ്കതയോടെ ആരാധിപ്പാൻ, പരമാർത്ഥതയോടെ ആരാധിക്കാൻ ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറയാം. ഇസ്രായേൽ ജനം പറയാം, അങ്ങനെ ചെയ്താൽ ഞങ്ങൾ അധരാർപ്പണങ്ങളാകുന്ന കാളയെ അർപ്പിക്കും. സ്തോത്രം എന്ന യാഗം ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രം എന്താ? ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അങ്ങ് സ്വീകരിച്ചാൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുമെന്ന്, ഞങ്ങളങ്ങേ സ്തുതിക്കുമെന്ന്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളില്ലാത്ത കുറ്റങ്ങളില്ലാത്ത ആരുമില്ല. തികഞ്ഞത് പൂർണ്ണത പ്രാപിച്ച ആരുമില്ല. പൂർണ്ണതയിലേക്ക് പോകുവാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. പൂർണ്ണതയിൽ എത്തിച്ചേരാൻ, തികവിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ പലവിധമായ വീഴ്ചകളും താഴ്ചകളും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാം. എന്നാൽ സ്തോത്രം, നമ്മൾ മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളായിരിക്കുന്ന അതേ അനുഭവത്തിൽ എന്നും കിടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. നമ്മൾ നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന അവന്റെ കൈപ്പണിയാകുന്ന അവന്റെ സൃഷ്ടികളാകുന്ന നമ്മൾ ഹല്ലേലൂയ നിത്യതയിൽ എത്തിച്ചേരണമെന്ന്. അതുകൊണ്ട് ദിവസങ്ങൾ നമുക്കൊന്ന് മടങ്ങി വരാം. ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കത്താവേ, ഈ ദിവസങ്ങൾ മടങ്ങി വരേണ്ടതിന് എനിക്കൊരു മടങ്ങി വരുണ്ടാകണമേ, എന്ന് മടക്കി വരുത്തണമേ, എന്നെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. നമ്മുടെ തലകളെ ദിവസത്തിൽ വണക്കാം. സ്തോത്രം. നമ്മൾ സ്തോത്രം ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരമുള്ളത് പുറപ്പെടുന്നുണ്ടോ? സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്ന അതേ അധരം കൊണ്ട് മറ്റുള്ളവരെ നമ്മൾ ശപിക്കുന്നു, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നു, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ യാഗം ദൈവത്തിന് പ്രസാദമല്ല, ദൈവത്തിന് അംഗീകാരമല്ല. സ്തോത്രം. ഞാൻ കഴിക്കുന്ന യാഗം ദൈവത്തിന് പ്രസാദമാണോ, ദൈവം അംഗീകരിക്കുന്നതാണോ എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ നമ്മെ തന്നെ സമർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മേശയുടെ അടുക്കിലേക്ക് നാം കടന്നു വരികയാണ്. സ്തോത്രം. ഞാനതിന് യോഗ്യനാണോ, യോഗ്യതയുള്ളവളാണോ? ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഹല്ലേലൂയ, ഈ മേശയിൽ പങ്കുവരാൻ യോഗ്യതയുള്ളവർ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായിരിക്കണം. അങ്ങനെ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽവേള ഈ ശുശ്രൂഷയിൽ നകന്നിരിക്കണം. ദൈവത്തോട് മനുഷ്യരോട് കുറ്റമറ്റ മനസ്സാക്ഷി പുലർത്തുവാൻ കഴിയാത്തവരുണ്ടെങ്കിൽ സ്തോത്രം, ഈ ശുശ്രൂഷയിൽ നകന്നിരിക്കണം. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടും ദൈവത്തോടും മനുഷ്യരോടും കൂട്ടായ്മ ആചരിപ്പാൻ. അടുത്തിരിക്കുന്ന എൻ്റെ സഹോദരനോട് എനിക്ക് കൂട്ടായ്മയില്ലെങ്കിൽ, എൻ്റെ സഹോദരനോട് എനിക്ക് സ്നേഹമില്ലെങ്കിൽ, എൻ്റെ സഹോദരനോട് ഞാൻ കൈപ്പോടെ ആയിരിക്കുന്നെങ്കിൽ അവനുമായിട്ട് എനിക്ക് കൂട്ടായ്മയില്ല. ആ കൂട്ടായ്മയില്ലാത്തവൻ ഈ കൂട്ടായ്മയിൽ ബന്ധമില്ല. ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവത്തോട് ബന്ധമില്ല. ദൈവത്തോട് ബന്ധമില്ലാത്തവൻ ഈ കൂട്ടായ്മയിൽ ബന്ധമില്ല. ഇന്ന് പകൽവേള ശോധന ചെയ്തിട്ട് മാത്രം ഈ മേശയിൽ പങ്കുകാരാകാവുള്ളൂ. ഞാൻ ഇതിന് യോഗ്യനാണോ, യോഗ്യതയുള്ളവളാണോ? സ്തോത്രം. തന്നെത്താൻ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്ന് എനിക്കോ നിങ്ങൾക്ക് ആർക്കും നമ്മുടെ ആരെയും നമുക്ക് വിധിക്കാൻ കഴിയില്ല. പക്ഷെ വിധിക്കുന്ന ഒരുവനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ സന്നിധിയിൽ നമ്മൾ നിർമ്മലന്മാരായിരിക്കുമോ? നമ്മളെ ശോധന ചെയ്താൽ നമ്മൾ കുറ്റത്തിനും ശിക്ഷാവധിക്കും കാരണക്കാരായി തീരുമോ? ഈ വചന നിമിത്തം നമ്മൾ ശുദ്ധീകരണമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽവേള ദൈവത്തോട് ഏറ്റു പറയുക, കർത്താവേ,
സ്തോത്രം. ഞങ്ങളെ തെറ്റുകൾ ക്ഷമിക്കണം. എൻ്റെ സഹോദരനോട് എൻ്റെ സഹോദരിയോട് ദൈവത്തോട് സ്തോത്രം കുറ്റമറ്റ ഉള്ളവനായി ജീവിപ്പാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ, നിന്റെ സഹോദരനെ ശപിച്ചാൽ അത് ദൈവത്തെ ശപിക്കുന്നതിന് തുല്യമാണ്. ആ സാദൃശ്യവും സ്വരൂപം ദൈവത്തിൻ്റെതാ. സ്തോത്രം. അങ്ങനെയെങ്കിൽ അങ്ങനെ ആരുടെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽവേള അതിന് മാറ്റം പരിഹാരം വരുത്തിയിട്ട് വേണം ഈ മേശയിൽ പങ്കുകാരായി തീരുവാൻ, ഈ മേശയിൽ കൈ നീട്ടുവാൻ. ഇല്ലെങ്കിൽ കൈ നീട്ടരുത്. സ്തോത്രം. അത് കുറ്റത്തിന് കാരണമായി തീരരുത്. നമുക്കൊരുമിച്ച് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു നമുക്ക് എൻ്റെ ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ സഹോദരന്മാർ മുമ്പോട്ട് കടന്നു വന്നാട്ട്. സ്തോത്രം. കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി മുൻപോട്ട് കടന്നു വരാം. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക്